നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അപകടം വിളിച്ചുവരുത്തി തൊടുപുഴ KKR ജംഗ്ഷനിലെ നിർമ്മാണ പ്രവൃത്തി. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിലാണ് ശുദ്ധജല പൈപ്പ് പൊട്ടിയത്. LIC തൊടുപുഴ ബ്രാഞ്ച് സ്വന്തം മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ മന്ദിരം ജീവൻ ജ്യോതിയുടെ ഉദ്ഘാടനം LIC CEO ആൻഡ് MD സിദ്ധാർത്ഥ മോഹന്തി നിർവഹിച്ചു. പുഴയോരം റെസിഡൻസ് അസോസിയേഷനും എക്സൈസ് വകുപ്പും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ PG രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളിയാർ റേഞ്ച് ഓഫീസിന് മുന്നിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സാബു മുതിരക്കാല ഉദ്ഘാടനം ചെയ്തു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മെയ് 31-നകം പൂർത്തീകരിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. തൊടുപുഴയിൽ നടന്ന ഇടുക്കി കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. അപകടം വിളിച്ചുവരുത്തി തൊടുപുഴ KKR ജംഗ്ഷനിലെ നിർമ്മാണ പ്രവൃത്തി. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിലാണ് ശുദ്ധജല പൈപ്പ് പൊട്ടിയത്. ശരിയാക്കാനായി വെട്ടിപ്പൊളിച്ചത് മണ്ണിട്ട് മൂടി. ശുദ്ധജല പൈപ്പ് പൊട്ടിയത് ശരിയാക്കാനായി മങ്ങാട്ടുകവല KKR ജംഗ്ഷനിലെ റോഡ് വെട്ടിപ്പൊളിച്ചത് ടാർ ചെയ്യാതെ മണ്ണിട്ട് മൂടിയത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. റോഡിന് നടുവിലായി പൊളിച്ചതാണ് കൂടുതൽ പ്രശ്നം. ആഴത്തിൽ കുഴിച്ചതിനാൽ കുഴി അടച്ചതോടെ വലിയ മൺകൂനയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപകട സാധ്യത മുന്നിൽ കണ്ട് ഇതിനു ചുറ്റും ചുവപ്പ് റിബൺ കെട്ടിവെച്ചിരിക്കുകയാണ്. കൂടാതെ കാറ്റടിക്കുമ്പോൾ മണ്ണിട്ട ഭാഗത്തു നിന്ന് ഉയരുന്ന പൊടി കാരണം സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും പൊടി കാരണം ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ആഴ്ച ശുദ്ധജല പൈപ്പ് പൊട്ടി 4 ദിവസത്തിലധികം ജംഗ്ഷനിൽ വെള്ളമായിരുന്നു പ്രശ്നം. ഇതിന് പരിഹാരമായപ്പോഴാണ് അടുത്ത പ്രശ്നം. പൈപ്പ് ശരിയാക്കിയ ഉടൻ റോഡ് ടാർ ചെയ്യാതിരുന്നതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം. അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് എത്രയും വേഗം റോഡ് ടാർ ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. തൊടുപുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗമായ KKR ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുകയും വെള്ളമൊഴുകുകയും ചെയ്തു. എന്നാൽ ഇത് 4-5 ദിവസക്കാലം വെള്ളം ഒഴുക്കുണ്ടായിട്ടും വാട്ടർ അതോറിറ്റിയെ വിളിച്ചിട്ട് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കൊണ്ട് ഈ റോഡ് മൊത്തം നശിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷം വാട്ടർ അതോറിറ്റി റിപ്പയർ ചെയ്യുകയും PWDയിൽ പൈസ അടച്ച് റോഡ് കുത്തിപ്പൊളിച്ച് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. PWD ചെയ്യുന്ന ഒരു ദുരന്തമാണ് ഈ KKR ജംഗ്ഷനിൽ. ഇവിടുന്ന് ഈ റോഡ് അങ്ങേ എഡ്ജിലെത്തുമ്പോഴത്തേക്കും മങ്ങാട്ടുകര ബൈപ്പാസ്, വെങ്ങല്ലൂർ ബൈപ്പാസ് റോഡിലേക്ക് വലിയ കിടങ്ങായി കിടക്കുകയാണ്. PWD അടുത്ത് പല പ്രാവശ്യവും നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും ഇവരിതുവരെയും ഇതിന് നന്നാക്കുവാനോ ഈ മൺകൂന മാറ്റിക്കളയുവാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു അനാസ്ഥ തന്നെയാണ്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വെങ്ങല്ലൂർ മങ്ങാട്ടുകവല 4 പാത ബൈപ്പാസ് റോഡ് ഉൾപ്പെടെ സംഗമിക്കുന്ന ജംഗ്ഷനിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ വാഹനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുക. തൊടുപുഴയുടെ കിഴക്കൻ മേഖലയിലേക്ക് പോകുന്ന ബസ്സുകൾ എല്ലാം കടന്നു പോകുന്ന ഈ ജംഗ്ഷനിൽ അപകടം വിളിച്ചു വരുത്തുന്ന തരത്തിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. LIC തൊടുപുഴ ബ്രാഞ്ച് സ്വന്തം മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ കുട്ടപ്പാസ് ഹോട്ടലിന് സമീപമാണ് പുതിയ ബ്രാഞ്ച് മന്ദിരം പ്രവർത്തനം തുടങ്ങിയത്. പുതിയ മന്ദിരം ജീവൻ ജ്യോതിയുടെ ഉദ്ഘാടനം LIC CEO ആൻഡ് MD സിദ്ധാർത്ഥ മോഹന്തി നിർവഹിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. LIC തൊടുപുഴ ബ്രാഞ്ച് സ്വന്തം മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ കുട്ടപ്പാസ് ഹോട്ടലിന് സമീപമാണ് പുതിയ ബ്രാഞ്ച് മന്ദിരം പ്രവർത്തനം തുടങ്ങിയത്. LIC CEO ആൻഡ് MD സിദ്ധാർത്ഥ മോഹന്തിയെ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ടൗണിൽ നിന്നും പുതിയ മന്ദിരത്തിലേക്ക് ആനയിച്ചു. താലപ്പൊലി ഏന്തിയ ഏജന്റുമാർ ബ്രാഞ്ച് ഓഫീസ് കവാടത്തിൽ CEOയെ സ്വീകരിച്ചു. പുതിയ മന്ദിരം ജീവൻ ജ്യോതിയുടെ ഉദ്ഘാടനം LIC CEO ആൻഡ് MD സിദ്ധാർത്ഥ മോഹന്തി നിർവഹിച്ചു.
Ashwin sir, branch manager, satellite officer, all the people who have built up this nice building in Thodupuzha, because it will be historic occasion today that we are inaugurating this building. Friends, I congratulate the entire branch, each member of the branch for demonstrating excellent performance. Out of 7 counts, 5 counts you have achieved a target. So that itself is all India record. So my congratulations to each and everyone, agent, development officer, Lika, CLA present here. Hearty congratulations. You are really doing well and you deserve this building. സോണൽ മാനേജർ ജി വെങ്കടരമണൻ, സീനിയർ ഡിവിഷണൽ മാനേജർ കെ കെ ബിജുമോൻ, മാർക്കറ്റിംഗ് മാനേജർ ബിന്ദു റോബർട്ട്, സീനിയർ ബ്രാഞ്ച് മാനേജർ എച്ച് മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. ചീഫ് എഞ്ചിനീയർ ആർ ജയശീലൻ, എഞ്ചിനീയർമാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച ബിസിനസ് ചെയ്ത ഏജന്റുമാരെ LIC CEO ആൻഡ് MD സിദ്ധാർത്ഥ മൊഹന്തി ഉപഹാരം നൽകി ആദരിച്ചു. നമ്പറിലൂടെയാണ് മാജിക് സൃഷ്ടിച്ചിരിക്കുന്നത്. അശ്വിന്റെ ഏജന്റ് ഭവ്യ, ഒരു വലിയ കാര്യമുണ്ട്. ഈ വരുന്ന എല്ലാവരും അരവിന്ദൻ, അമ്മയുടെ പാത, നജാസനിന്റെ പാത പിന്തുടരും. ജോൺ, അടുത്തത് KV സെബാസ്റ്റ്യൻ, സുജ രവീന്ദ്രൻ, ചേച്ചിയുടെ യൂണിറ്റിൽ നിന്ന് 3 പേർ വീതം ക്വാളിഫൈ ആയി. അവരും CLA ഷിജോയും CLA ട്രേസും. തൊടുപുഴയിൽ ഒരാളെ പറയാൻ വിട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുഴയോരം റെസിഡൻസ് അസോസിയേഷനും എക്സൈസ് വകുപ്പും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 23-ാം വാർഡ് കൗൺസിലർ PG രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂൾ HM അമ്പിളി അപ്പുക്കുട്ടൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുഴയോരം റെസിഡൻസ് അസോസിയേഷനും എക്സൈസ് വകുപ്പും സംയുക്തമായി തൊടുപുഴ കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. 23-ാം വാർഡ് കൗൺസിലർ PG രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു.
നമുക്കറിയാം ഒരു കാലത്തൊരു 30-35 വർഷം മുമ്പ് ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ട് കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു. ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ വലിയ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയിൽ തന്നെ കഞ്ചാവ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് നമ്മുടെ തൊടുപുഴ ടൗണിൽ മിക്കവാറുമുള്ള മുറുക്കാം കടകളിൽ 50 രൂപ കൊടുത്താൽ കഞ്ചാവിൻ്റെ പൊതി കിട്ടുമായിരുന്നു, 10 രൂപ കൊടുത്താൽ ബീഡി കിട്ടുമായിരുന്നു. പക്ഷേ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മൾ അന്വേഷിച്ചാൽ അറിയാൻ കഴിയുമായിരുന്നു, വളരെ ചുരുക്കം ചില ആളുകൾ. ഈ കാഞ്ഞിരമറ്റത്തൊക്കെ 3-4 ആളുകളാണ് അത്തരത്തിൽ കഞ്ചാവ് വലിച്ചിരുന്ന ആളുകൾ. അവരെയൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ അറിയാവുന്നവരാണ്. ഒരൊറ്റ കുട്ടികളെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊന്നും ഇത്തരത്തിലുള്ള കഞ്ചാവ് അന്ന് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം നമുക്കറിയാം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ പോലീസും ഒക്കെ വളരെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഒരാൾക്കും ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇതിനെതിരെ ശക്തമായ നടപടികൾ അവർ രാവും പകലും നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ സാധനം നമ്മളുടെ അറിവിൽ കിട്ടാനില്ല, ഒരു കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നില്ല, കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുമില്ല. അതിനൊക്കെ എതിരെ വലിയ കർശന നടപടികളും ശിക്ഷാ നടപടികളും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. തൊടുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉഷാറ് വേണ്ട. എന്തായാലും നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്, എക്സൈസുകാർ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലഹരിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അല്ലേ, നമ്മളെങ്ങനെ നന്നായി ജീവിക്കാം അല്ലേ, ലഹരി വസ്തുക്കളിൽ നിന്നൊക്കെ പെടാതെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉത്തമ പൗരന്മാരായിട്ട് എങ്ങനെ വളരാം ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ സമയം നമ്മൾ ഉപയോഗിക്കുന്നത്. കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂൾ HM അമ്പിളി അപ്പുക്കുട്ടൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PRA പ്രസിഡന്റ് ശ്യാം PR അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ഡോക്ടർ CG സോമശേഖരൻ ആശംസകൾ നേർന്നു. PRA സെക്രട്ടറി N സുരേഷ് ബാബു സ്വാഗതവും ട്രഷറർ TG സജീവ് കുമാർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളിയാർ റേഞ്ച് ഓഫീസിന് മുന്നിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപയിൽ കുറയാത്ത നഷ്ടപരിഹാരം അനുവദിക്കുക, ഇവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് സാബു മുതിരക്കാല ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളിയാർ റേഞ്ച് ഓഫീസിന് മുന്നിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് 25 ലക്ഷം രൂപയിൽ കുറയാത്ത നഷ്ടപരിഹാരം അനുവദിക്കുക, ഇവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. 2 ആഴ്ച മുൻപ് കാട്ടാനക്കലിയിൽ ജീവൻ പൊലിഞ്ഞ മുള്ളരിങ്ങാട് പാലിയത്ത് അമർ ഇലാഹിയുടെ സഹോദരിക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. കൃഷികളിലെല്ലാം ചവിട്ടി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ സർക്കാർ ഒന്നും കാണാതെ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാണുന്നത്. ആനകൾ തന്നെയല്ല, മറ്റ് വന്യമൃഗങ്ങളും എല്ലാം ശല്യമായിട്ടുള്ള രീതിയിലേക്കാണ് വന്നത്. പന്നി അതുപോലുള്ള മൃഗങ്ങളെല്ലാം തന്നെ നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും സർവ്വ കൃഷിക്കും മൃഗങ്ങൾക്കൂടെ വഴിയെ പോലും ഇറങ്ങി നടക്കുന്നില്ലാത്ത അവസ്ഥയിലേക്ക് മൃഗങ്ങൾ മനുഷ്യനെ ഓടിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ തൊടുപുഴ ടൗണിൽ കൂടെ ഒരു പന്നി വന്നെന്ന് ഓടുന്ന ഒരു രീതിയിലൊക്കെ. അതുപോലെ ആന കാരണം പല ഭാഗത്തുകൂടെ പല മേഖലയിൽ കൂടെ ആന ഭയങ്കരമായിട്ട് ഇറങ്ങി റോഡിക്കുള്ളിൽ കൂടെ നടക്കുന്നൊരു സാഹചര്യം. നേരിമംഗലം തൊട്ട് വളരെ വരെ പോകാൻ പറ്റിയല്ലാത്തൊരു സാഹചര്യത്തിലാണ് ആന പകൽ പോലും. ആരും ഇത് കണ്ടില്ലെന്ന് കണ്ണു അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ മരിച്ച ഓരോ വ്യക്തിക്കും അതിൻ്റേതായ നഷ്ടപരിഹാരം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് പറഞ്ഞിരുന്നു 50 ലക്ഷം രൂപ വെച്ച് ഒരു വ്യക്തിക്ക് കൊടുക്കണമെന്ന്. ഈ പ്രാവശ്യം അത് ഒരു 25 ലക്ഷം രൂപയിലും കുറഞ്ഞത് കൊടുത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യണം, അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജില്ലാ പ്രസിഡന്റ് സാബു മുതിരക്കാല ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് തോമസ് വണ്ടാനം അധ്യക്ഷനായി. പാർട്ടി ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങളായ അനിൽ പയ്യാനിക്കൽ, ടോമി മൂഴിക്കുഴിയിൽ, ജോണി മാടവന, സജി തടത്തിൽ, മുരളി ഉടുമ്പന്നൂർ എന്നിവർ സംസാരിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മെയ് 31-നകം പൂർത്തീകരിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. തൊടുപുഴയിൽ നടന്ന ഇടുക്കി കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഓൺലൈനിൽ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ആശ ആന്റണി, തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു.
അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ലക്ഷ്യം മെയ് 31-നകം പൂർത്തീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം, ലൈഫ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, DG കേരളം, ജില്ലാതല അദാലത്ത് തീരുമാനങ്ങൾ നടപ്പാക്കൽ എന്നിവ സംബന്ധിച്ച് തൊടുപുഴയിൽ നടന്ന ഇടുക്കി, കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷം നവംബർ 1-നാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യം കൈവരിക്കേണ്ടത്. എന്നാൽ മൺസൂണും തുടർന്ന് തിരഞ്ഞെടുപ്പും വരുന്നതിനാൽ ഫലത്തിൽ മെയ് 31 വരെ മാത്രമേ സമയം കിട്ടുകയുള്ളൂ. അതിനാൽ മെയ് 31-ന് തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ലക്ഷ്യം കൈവരിക്കണം. മന്ത്രി പറഞ്ഞു. മൂന്നാർ, കുമിളി, മറ്റ് ടൂറിസം മേഖലകൾ തുടങ്ങി വൻതോതിൽ മാലിന്യമുണ്ടാവുന്ന കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തണം. അവിടങ്ങളിലെ മാലിന്യ സംസ്കരണ സംവിധാനം എന്തെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയിട്ടുണ്ട്. കാരണം ഇവരെ ഇതിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന സൗകര്യത്തിന് നിങ്ങളത് തീരുമാനിച്ചിരിക്കുകയാണ്. ആര് പറഞ്ഞു ഇവരെ എക്സ്പോർട്ട് ചെയ്യാൻ? ഇവരെ ഒഴിവാക്കുന്നത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന് സെക്രട്ടറി മനസ്സിലാക്കിയിട്ടുണ്ട്. സെക്രട്ടറിയുടെ വീഴ്ചയെ സംബന്ധിച്ച് പുതിയ ഭേദഗതി ചെയ്ത നിയമത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളെങ്ങനെയാണ് ഒഴിവാക്കി കൊടുക്കുക? ഹോം സ്റ്റേയും അതുപോലെ തന്നെ റിസോർട്ട്സ് ഒക്കെ അവർക്ക് ഇത് ബാധകല്ല. അനധികൃതമാണെങ്കിൽ അത് വേറെ, അതിനുള്ള നടപടി വേറെ ചെയ്യും. അപ്പൊ അനധികൃതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാം അനധികൃതമാക്കാൻ നിർമ്മാണം അനധികൃതമാണെങ്കിൽ ബാക്കി നിയമങ്ങളൊന്നും ബാധകമല്ല. ഇടുക്കി ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി ഓൺലൈനിൽ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ആശ ആന്റണി, തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, അഡീഷണൽ ഡയറക്ടർ MP അജിത് കുമാർ, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി P. വിനോദ്, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുന്നു. ജനവാസ മേഖലയിൽ നിന്നും പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ പടയപ്പ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ പടയപ്പ പരാക്രമണം നടത്തിയിരുന്നു. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ദിവസവും മൂന്നാറിലും ജനവാസ മേഖലയിലും പടയപ്പയുടെ ശല്യം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ പടയപ്പ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലിറങ്ങി പരാക്രമണം നടത്തി. ഈ സമയം റോഡിൽ വിനോദസഞ്ചാരികളടക്കമുള്ള വാഹനയാത്രികരും ഉണ്ടായിരുന്നു. റോഡിലൂടെ എത്തിയ ബസിന് നേരെ പരാക്രമം നടത്താൻ കാട്ടുകൊമ്പൻ പാഞ്ഞെടുത്തു. ബസ് ഡ്രൈവർ വാഹനം പിറകോട്ടെടുത്തതോടെയാണ് കാട്ടുകൊമ്പൻ പിൻവാങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പടയപ്പ മൂന്നാർ ടൗണിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാവുകയും പിന്നീട് ആനയെ തുരത്തി ഓടിക്കുകയും ഉണ്ടായി. തോട്ടം മേഖലകളിലെ ലയങ്ങൾക്കരികിലെത്തി പടയപ്പ കൃഷിനാശം വരുത്തുന്ന സാഹചര്യവുമുണ്ട്. മുമ്പ് ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ സമീപകാലത്ത് സ്ഥിരമായി ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സാഹചര്യവുമുണ്ട്. വേനൽ കനക്കുന്നതോടെ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കാട്ടുകൊമ്പനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. മുതലക്കോടം സേക്രഡ് ഹാർട്സ് ഹൈസ്കൂളിന്റെ 76ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറന്റ് ഫാദർ മാത്യു മുണ്ടയ്ക്കൽ നിർവഹിച്ചു. ചടങ്ങിൽ പ്രതിഭകളെ ആദരിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന സ്കൂളാണ് മുതലക്കോടം സേക്രഡ് ഹാർട്ട് ഹൈസ്കൂൾ. സ്കൂളിന്റെ 76ാമത് വാർഷികാഘോഷവും രക്ഷകർതൃ ദിനവും നടന്നു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ച ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറന്റ് ഫാദർ മാത്യു മുണ്ടയ്ക്കൽ നിർവഹിച്ചു. ഈ ഒരു അധ്യയന വർഷം നമുക്ക് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് പരസ്പരം പങ്കുവയ്ക്കുവാനും ആശംസകൾ നേരുവാനൊക്കെയായിട്ടുള്ള ഇങ്ങനെയുള്ള വാർഷികാഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുതൽക്കോടം ഗേൾസ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഈ അധ്യയന വർഷം നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഉപജില്ലാ തലം മുതൽ സംസ്ഥാന തലം വരെ പങ്കെടുത്ത എല്ലാ വേദികളിലും എല്ലാ മത്സരങ്ങളിലും മുതലക്കോടം സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൻ്റെ സാന്നിധ്യം അറിയിക്കുവാനും അവിടെയെല്ലാം മികവാർന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷത്തിൻ്റെ അവസരമാണ്. ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ നിങ്ങളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരെയും നേതൃത്വം നൽകുന്ന മാനേജ്മെന്റിനെയും
ഒപ്പം നിങ്ങൾക്ക് എല്ലാവരുടെ പിന്തുണയും നൽകുന്ന രക്ഷാകർത്താക്കളെയും അവരോടെല്ലാം ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വിജയങ്ങളായും നേട്ടങ്ങളായും വാരിക്കൂട്ടുന്ന കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ചടങ്ങിൽ സ്കൂൾ പ്രതിഭകളെ ആദരിച്ചു. ആൻഡ് പ്രൈസ് എ സൈലു, ഏഞ്ചൽ ജോഷി, ലക്ഷ്മി പ്രിയ പ്രശാന്ത്. പാല സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി.സി. തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതലക്കോടം സെന്റ് ജോർജ് HSS പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ പോൾസ് മാത്യു ഇടത്തൊട്ടി, മുനിസിപ്പൽ കൗൺസിലർ ഷഹാന ജാഫർ, സ്കൂൾ പ്രിൻസിപ്പൽ സുനി എം കുര്യൻ, PTA പ്രസിഡന്റ് ഗലീലിയോ മത്തായി, MPTA പ്രസിഡന്റ് സുജാത MV, സ്റ്റാഫ് സെക്രട്ടറി അനു മേരി ജെയിംസ്, അധ്യാപക പ്രതിനിധി ജെബിൻ ജോസ് ജോൺ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പൊതുസമ്മേളനത്തിന് ശേഷം സ്കൂൾ വിദ്യാർത്ഥികളുടെ നൃത്തനാട്യ ഗാനവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജ് രസതന്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂമാൻ കെമിസ്ട്രി ടീച്ചേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം നടത്തി. MG യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് മെമ്പർ പ്രൊഫസർ മെജോ വി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് രസതന്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂമാൻ കെമിസ്ട്രി ടീച്ചേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്വിസ് ഫിയസ്റ്റ 2025 ക്വിസ് മത്സരം നടത്തി. MG യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് മെമ്പർ പ്രൊഫസർ മെജോ വി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു. സമ്മാനാർഹരായവരെയും ഇതിൽ പങ്കെടുത്ത എല്ലാ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനെയും അഭിനന്ദിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സമ്മാനം നേടുക എന്നതിനപ്പുറത്തേക്ക് നമുക്കൊരു സ്പാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. നിങ്ങൾ എല്ലാവരും, നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യമെല്ലാമാണ്. എഞ്ചിനീയേഴ്സ് വേണം, നേഴ്സുമാർ വേണം, ഡോക്ടർമാർ വേണം, സയൻറ്റിസ്റ്റുകൾ വേണം, അധ്യാപകർ വേണം. അപ്പോൾ നല്ല അധ്യാപന വൃത്തിയിലേക്കും ഗവേഷണത്തിലേക്കും സയൻസിലേക്കും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ന്യൂമാൻ കലാലയത്തിലേക്ക് വരിക, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ നല്ല അനധ്യാപക വൃത്തിയിലേക്കൊക്കെ പോകാൻ തക്ക വിധത്തിലുള്ള ഫൗണ്ടേഷൻസ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ക്വിസ് മാസ്റ്ററെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ കാര്യഗൗരവത്തോടു കൂടി നല്ല ഇഫക്റ്റീവായിട്ട് അദ്ദേഹം അത് നടത്തപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. ജിതിൻ സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. കോളേജ് ബർസർ ഫാദർ ബെൻസൺ N. ആന്റണി, മുൻ രസതന്ത്ര വിഭാഗം മേധാവി പ്രൊഫസർ ജോസ് മാത്യു എന്നിവർ ആശംസകൾ നേർന്നു. കെമിസ്ട്രി വിഭാഗം അധ്യാപകൻ ഡോക്ടർ ജിതിൻ ജോയ് ക്വിസ് മാസ്റ്ററായിരുന്നു. വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. കോളേജ് വൈസ് പ്രിൻസിപ്പലും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ പ്രൊഫസർ ബിജു പീറ്റർ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സിൻഡിൽ ജോസ് ചെറയിൽ നന്ദിയും രേഖപ്പെടുത്തി. പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് HSS സ്കൂളിൽ നിന്നും ജോസ് വിൻസെന്റ്, എൽവിൻ ജോസ് എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ കൃഷ്ണജ A, ശ്രേയ K. മേനോൻ എന്നിവർ 2ാം സ്ഥാനവും മീര കൃഷ്ണ, അനുഗ്രഹ അജി എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അരിക്കുഴ ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ 24, 25, 26 തീയതികളിൽ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 24-ന് വൈകിട്ട് 5-ന് കൊടിയേറ്റ്. കോതമംഗലം രൂപത വികാരി ജനറൽ റവറന്റ് ഡോക്ടർ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ നേതൃത്വം നൽകും. 5:15-ന് തിരുസ്വരൂപ പ്രതിഷ്ഠ, 5:30-ന് വിശുദ്ധ കുർബാന, 7-ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം, 25-ന് രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന, വൈകിട്ട് 4-ന് അമ്പ് പ്രദക്ഷിണം, 5:15-ന് ആഘോഷപൂർവമായ വിശുദ്ധ കുർബാന റവറന്റ് ഫാദർ ജോസ് തുറവയ്ക്കൽ CMI നിർവഹിക്കും. റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ നെടുമ്പുറത്ത് സന്ദേശം നൽകും. 26-ന് വിവിധ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 5:15-ന് ആഘോഷപൂർവമായ വിശുദ്ധ കുർബാന റവറന്റ് ഫാദർ പ്രിൻസ് പരത്തിനാൽ CMI നിർവഹിക്കും. റവറന്റ് ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ സന്ദേശം നൽകും. 6:45-ന് പ്രദക്ഷിണം, 7:45-ന് തിരിപ്രദക്ഷിണം, തുടർന്ന് നാടകവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി എസ് ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് 20-21 തീയതികളിൽ ഇടുക്കി ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് വ്യാപാരി വ്യവസായ സമിതി ഇടുക്കി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വീകരണ പരിപാടികളിൽ സംസ്ഥാന നേതാക്കളും വിവിധ ജില്ലാ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുമെന്നും പറഞ്ഞു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി എസ് ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് 20-21 തീയതികളിൽ ജില്ലയിൽ വൻ സ്വീകരണം നൽകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു. ചെറുകിട വ്യാപാര വ്യവസായ മേഖല മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിടുന്ന ഈ അവസരത്തിൽ 14 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കഴിഞ്ഞ 13-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ഈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച 3 മണിക്ക് ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ എത്തിച്ചേരും. അടിമാലിയിലും മൂന്നാറും നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും ചെറുതോണിയിലും തൊടുപുഴയിലും 5 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. സമിതിയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VKC മുഹമ്മദ് കോയ XMLA കാസർഗോഡ് നിന്ന് 13-ാം തീയതി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ജാഥ ഇന്നിപ്പം 5 ജില്ലകൾ പിന്നിട്ട് 6ാമത്തെ ജില്ലയായ പാലക്കാട് ജില്ലയിൽ 31ാമത്തെ സ്വീകരണ കേന്ദ്രത്തിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് വ്യാപാര മേഖലയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഈ ജാഥയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുകിട വ്യാപാര മേഖലയിൽ തൊഴിലെടുക്കുന്ന 10,000-കണക്കിന് പേർ നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് ജാഥ നയിക്കുന്നത് എന്നും ചെറുതോണി ഉൾപ്പെടെ ജില്ലയിൽ 5 കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകുമെന്നും സമിതി ഇടുക്കി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20-ന് വൈകിട്ട് 4-ന് മൂന്നാർ, 6-ന് നെടുങ്കണ്ടം, 21-ന് രാവിലെ 10 കട്ടപ്പന, 11:30-ന് ചെറുതോണി, 2-ന് തൊടുപുഴ എന്നിങ്ങനെ ഇടുക്കി ജില്ലയിലെ സ്വീകരണ പരിപാടികളിൽ സംസ്ഥാന നേതാക്കളും വിവിധ ജില്ലാ നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുമെന്നും സാജൻ കുന്നേൽ പറഞ്ഞു. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മറ്റു ഭാരവാഹികളായ ജോസ് വർഗീസ്, ബിജു മട്ടക്കൽ, BPS ഇബ്രാഹിംകുട്ടി, തങ്ങൾകുട്ടി, ലെനിൻ ഇടപ്പറമ്പിൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. സ്വീപ് ജില്ലാതല പ്രസംഗ മത്സരം നടത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ AK ഷാജി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപ ചന്ദ്രൻ, സ്വീപ് നോഡൽ ഓഫീസർ ലിബു ലോറൻസ് എന്നിവർ സംസാരിച്ചു. ജനാധിപത്യത്തെക്കുറിച്ച് അവബോധം നൽകുവാനും തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യുവതലമുറയെ ബോധവാന്മാരാക്കുവാനും ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ ഭരണകൂടവും സ്വീപ്പും ചേർന്ന് പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. ജനാധിപത്യ പ്രക്രിയയിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം, അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള വിഷയമാണ് നൽകിയത്. പങ്കെടുത്ത എല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിൽ സംസാരിച്ചു. വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആണ് എല്ലാവരും തന്നെ സംസാരിച്ചത്. 4 മിനിറ്റിനുള്ളിൽ വിഷയത്തിൻ്റെ പ്രാധാന്യം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. സ്വീപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ പരിപാടികളാണ് ജില്ലയിൽ എമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ കോളേജ് വരെയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബുകൾ ഇതിനോടകം തന്നെ രൂപീകരിച്ചു കഴിഞ്ഞു. അവിടെ 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന വലിയ ഒരു പ്രവൃത്തിയിലാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഏർപ്പെട്ടിരിക്കുന്നത്. സ്വീപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് അത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജില്ലയിലെ വിവിധ കോളേജുകളിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ വിജയികളായവരുടെ ജില്ലാതല മത്സരം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ കോർപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോ വിദ്യാർത്ഥിനി റീച്ചൽ ജോർജ് 1ാം സ്ഥാനവും നെടുങ്കണ്ടം ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥിനി അന്ന എൽദോസ് 2ാം സ്ഥാനവും മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിൻ ബിജു 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് clearias.comന്റെ പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്കും ഇന്റർവ്യൂവിനുമുള്ള സിവിൽ സർവീസ് പരിശീലനമാണ് സമ്മാനമായി നൽകുക. ഈ മാസം 25-ന് ദേശീയ സമ്മതിദാന ദിനത്തിൽ സമ്മാന വിതരണം നടത്തും. യുവജനങ്ങളുടെ പങ്കാളിത്തം, പൗരസമൂഹത്തിലേക്കുള്ള വളർച്ച, കടമകൾ എന്നിവ സംബന്ധിച്ച് മത്സരാർത്ഥികളുമായി ജില്ലാ കളക്ടർ സംവദിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ AK ഷാജി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപ ചന്ദ്രൻ, സ്വീപ് നോഡൽ ഓഫീസർ ലിബു ലോറൻസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
40ാമത് ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് പറവൂരിൽ വെച്ച് നടന്നു. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എം.എൽ.എ. നിർവഹിച്ചു. ക്യോഷി കെ.ടി. ജോർജ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പറവൂർ നഗരസഭ അധ്യക്ഷ ബീന ശശിധരൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. 120ഓളം സ്കൂളുകളിൽ നിന്നായി 650ഓളം കുട്ടികൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ സീനിയർ കരാട്ടെ മാസ്റ്റർമാരിൽ ഒരാളായ ക്യോഷി കെ.ടി. ജോർജിന്റെ ശിക്ഷണത്തിൽ ഇറങ്ങിയ 32അംഗ ന്യൂക്കായ് ഷീൻകാൻ ഇടുക്കി ജില്ലാ ടീം കത്ത ഫൈറ്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ 48 ഗോൾഡും 8 സിൽവറും 8 ബ്രോൺസുമായി ഉന്നത വിജയം കരസ്ഥമാക്കി. ജീവിതത്തിലെ പ്രതിസന്ധികളുമായി പ്രതിബദ്ധതകളെ ഫുള്ളായി കടന്നു പോകാൻ ഒരു തെറ്റായ വഴികളിലൂടെയും ഞങ്ങൾ പോകില്ല എന്നുള്ള മനസ്സോടോടുകൂടി ഈ വിജയം മുന്നോട്ട് പോയി നല്ല മിടുമിടിക്കന്മാരും അവരെ മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് 40ാമത് സ്കൂൾ ഫോർത്ത് സ്റ്റാൻഡേർഡ് തനുശ്രീ എസ്. നൈസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപകടം വിളിച്ചുവരുത്തി തൊടുപുഴ KKR ജംഗ്ഷനിലെ നിർമ്മാണ പ്രവൃത്തി. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിലാണ് ശുദ്ധജല പൈപ്പ് പൊട്ടിയത്. LIC തൊടുപുഴ ബ്രാഞ്ച് സ്വന്തം മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ മന്ദിരം ജീവൻ ജ്യോതിയുടെ ഉദ്ഘാടനം LIC CEO ആൻഡ് MD സിദ്ധാർത്ഥ മോഹന്തി നിർവഹിച്ചു. പുഴയോരം റെസിഡൻസ് അസോസിയേഷനും എക്സൈസ് വകുപ്പും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ PG രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളിയാർ റേഞ്ച് ഓഫീസിനു മുന്നിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സാബു മുതിരക്കാല ഉദ്ഘാടനം ചെയ്തു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മെയ് 31-നകം പൂർത്തീകരിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. തൊടുപുഴയിൽ നടന്ന ഇടുക്കി കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.